السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله فإن خير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. عليه توكلت وإليه أنيب. عليه توكلت وإليه أنيب. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله. بسم الله الرحمن الرحيم. منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. അഭിവന്ദരും ആദരണീയരുമായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുവഹിദുകളും മുത്തഖീങ്ങളുമായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു ഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് 4 ഇടങ്ങളിലാണ് ജീവിക്കുവാനുള്ളത്. അതിലൊന്നാമത്തെ സ്ഥലം നമുക്കൊക്കെ അറിയാം, അത് നമ്മുടെ മാതാവിൻ്റെ വയറ്റിലായിരുന്നു. അത് ഏറെക്കുറെ 10 മാസം 9-9.5 മാസമൊക്കെയാണ് ആ ഇരുട്ടറയിലുള്ള നമ്മുടെ ജീവിതം. അത് കഴിഞ്ഞാൽ പിന്നീട് അദ്ദാറുല്ലത്തി നശഅത് ഫിഹാ, ഉമ്മയുടെ വയറ്റിലെ ജീവിതം കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മുമ്പിലുള്ള ജീവിതം ഇഹലോകത്തുള്ള ജീവിതമാണ്. അത് രണ്ടാമത്തെ ജീവിതമാണ്. അത് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ പിന്നിൽ
മറ്റൊരു ജീവിതം വരാൻ പോകുന്നു. അതാകുന്നു ദാറുൽ ബർസഖ് എന്ന് പറയുന്ന വീട്. ബർസഖിയായ ഒരു ജീവിതം നമ്മൾക്കുണ്ട്, ഖബറിടത്തിലെ ജീവിതം. അതിനുശേഷമാണ് ദാറുൽ ഖറാർ വഹിയൽ ജന്ന അവിൻ നാർ ഫലാ ദാറ ബഅദഹ. സ്ഥിരമായ ഒരു വീടുണ്ട്, അത് ഒന്നുകിൽ സ്വർഗമാണ്, അതല്ലെങ്കിൽ നരകമാണ്. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിലെ 4 ജീവിത സ്ഥലങ്ങൾ, അതിൽ നമ്മൾ ഇഹലോകത്തെ ജീവിതം എങ്ങനെയാണ് എന്നത് നമ്മൾ വിശദീകരിച്ചു. ഈ ലോകത്ത് നിന്ന് നമ്മൾ ഏതൊരു മനുഷ്യനും വിട പറയുമ്പോൾ അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്നതും നമ്മൾ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി ഈ ബർസഖിയായ ജീവിതം, അതേ ഖബറിലുള്ള ജീവിതം എങ്ങനെയാണ്, അവിടെ നമ്മൾക്ക് അനുഭവിക്കാൻ ഉള്ളത് എന്തായിരിക്കും, ശിക്ഷയാണോ രക്ഷയാണോ അതുണ്ടോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളും പലപ്പോഴും പലർക്കും ഉണ്ടാവാറുണ്ട്. കുറച്ച് മുൻകാലഘട്ടങ്ങളിലൊക്കെ ഖബറിൽ ശിക്ഷയില്ല എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ടായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ നമസ്കാരത്തിൽ, എല്ലാ വക്തിലെ നമസ്കാരത്തിലും സർവശക്തനായ പടച്ചവനോട് നമ്മൾ അദാബുൽ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ശരണം തേടുന്നവരാണ്. നമ്മൾക്കതിൽ സംശയിക്കേണ്ടതില്ല. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകളും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനും ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ പഠനത്തിന് വിധേയമാക്കുമ്പോൾ അത് വളരെ കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മഹാനായ ഇമാം നബവി റഹിമഹുല്ലാ അദ്ദേഹം ഇങ്ങനെ ഇപ്രകാരം പറയുകയാണ്: യഅലം, നീ അറിയണം, മനസ്സിലാക്കണം, അന്ന മദ്ഹബ അഹ്ലി സുന്നത്തി ഇസ്ബാതു അദാബിൽ ഖബരി വഖദ് തലാഹറത് അലൈഹി ദലായിലുൽ കിതാബി വസുന്ന. അന്ന മദ്ഹബ അഹ്ലി സുന്ന, അഹ്ലി സുന്നത്തിന്റെ മദ്ഹബ് അനുസരിച്ച് ഇസ്ബാതു അദാബിൽ ഖബർ, അദാബുൽ ഖബർ ഉണ്ട് എന്നാണ്, ഖബറിലെ ശിക്ഷയുണ്ട്. അദ്ദേഹം പറയുന്നു വഖദ് തലാഹറത് അലൈഹി ദലായിലുൽ കിതാബി വസുന്ന, അതിന് വ്യക്തമായ തെളിവ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്നു എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ ആ ഇബാറത്തിന്റെ ശേഷം എഴുതി വെക്കുന്നത് എന്താണ് എന്നറിയുമോ സഹോദരന്മാരെ? പരിശുദ്ധ ഖുർആനിൽ ഒരു വാക്യമാണ്, അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ എന്ന ആയത്തിന് തെളിവ് പിടിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് നമ്മൾക്ക് വ്യക്തമാക്കി തരുകയാണ്. നമ്മൾ സംശയിക്കേണ്ടതില്ല. ഇനി ഒരു നിലക്കും തന്നെ നമ്മൾ സംശയിക്കാൻ ഇടയില്ലാത്ത രൂപത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ എന്ന് നമ്മൾ കണ്ടെത്താൻ സാധിക്കും. അല്ലാഹു മുനാഫിക്കുകളുടെ സ്വഭാവം പറഞ്ഞെടുത്ത്, അവരുടെ അവസ്ഥ പറഞ്ഞത് കാണാൻ സാധിക്കും. സൂറത്തു തൗബയിലെ 101-ാമത്തെ ആയത്തിൽ നമ്മൾക്ക് അത് ഇപ്രകാരം ഓതിപ്പോവാൻ സാധിക്കുകയാണ്: ലാ തഅലമുഹും നഹ്നു നഅലമുഹും സനുഅദ്ദിബുഹും മർറത്തൈനി സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അളീം എന്ന ആ പരിശുദ്ധ ഖുർആൻ, ആ വാക്യം നമ്മെ എന്താണ് അറിയിക്കുന്നത്? ലാ തഅലമുഹും, അവരെക്കുറിച്ച് താങ്കൾക്ക് ഒന്നും അറിയാൻ സാധ്യമല്ല നബിയേ. നഹ്നു നഅലമുഹും, നാം അവരെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്. സനുഅദ്ദിബുഹും മർറത്തൈനി, നാം ആ മുനാഫിക്കുകളെ 2 പ്രാവശ്യം ശിക്ഷിക്കുന്നതാണ്. അവർക്ക് 2 പ്രാവശ്യം ശിക്ഷയുണ്ട്. സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അളീം, പിന്നീട് നാം അവരെ ഏറ്റവും ഭീകരമായ ഒരു ശിക്ഷയിലേക്ക് നാം അവരെ തള്ളിവിടുകയും ചെയ്യുന്നതാണ്. അവിടെ നാം ശ്രദ്ധിക്കുക, സനുഅദ്ദിബുഹും മർറത്തൈനി എന്ന പ്രയോഗമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. അതേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഒരു താന്തോന്നിയായ ദുർബല വിശ്വാസിയായ അവിശ്വാസിയായ ഒരു മനുഷ്യൻ
ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദന എത്രയാണ്, അവൻ അനുഭവിക്കുന്ന ശിക്ഷ എന്തുമാത്രമാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ ശിക്ഷ. ഈ ദുനിയാവിൽ നിന്ന് അവൻ അനുഭവിക്കുന്നതാണ്. അതേ രണ്ടാമത്തെ ശിക്ഷ എന്താണ്? അത് ബർസഖിയായ ലോകത്തുള്ള ശിക്ഷയാണ്. ഖബറിൽ അവന് അനുഭവപ്പെടാൻ പോകുന്ന ശിക്ഷയാണ് പരിശുദ്ധ ഖുർആനാ സൂചിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമത്തത് നരകാഗ്നിയിലെ ശിക്ഷയാണ്. അപ്പോൾ ഈ ആയത്ത് നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത് ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് തന്നെയാണ്. ഇനിയും നമ്മൾക്ക് പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങിയാൽ ഒരുപാട് ആയത്തുകൾ ഈ വിഷയകമായി കാണാൻ സാധിക്കുന്നതാണ്. ഫറോവക്കും അനുയായികൾക്കും ഖബറിൽ അദാബിനെ കുറിച്ച്, ഖബറിൽ അദാബുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിലെ ഒരു വചനം ഇപ്രകാരം നമ്മൾക്ക് അറിയാൻ സാധിക്കുകയാണ്. വഹാഖ ബിആലി ഫിർഔന സൂഉൽ അദാബ്. അതെ, ഫറോവയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ശിക്ഷ വലയം ചെയ്തിരിക്കുന്നു എന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ. അതെ, അവർക്ക് ഫറോവക്കും ആ ഫറോവയുടെ അനുയായികൾക്കും ഖബറിൽ വെച്ചുകൊണ്ട് അവർ എവിടെയാണോ ജീവിക്കുന്നത്, ഏത് ഭാഗത്താണോ അവിടെ ശരീരമുള്ളത്, അവിടെ ആത്മാവുള്ളത്, അവിടെ അവർക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർക്ക് നരകത്തിന്റെ ആ ഭീകരമായ അവസ്ഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നതാണ്. സഹോദരന്മാരെ, ചിന്തിക്കുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വയൗമ തഖൂമുസ്സാഅതു വദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. അതിനൊക്കെ പുറമെ ഫറോവക്കും അനുയായികൾക്കും നാളെ ആ പരലോകത്ത് ഭീകരമായ ശിക്ഷയുമുണ്ട് എന്ന്. ഇനി നമ്മൾക്ക് സംശയിക്കേണ്ടതുണ്ടോ? ഖബറിൽ ശിക്ഷയുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ നസ്സായ പരാമർശങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരന്മാരെ, അതിനാൽ ബർസഖിയായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടവരാണ്. നമ്മുടെ 65 അതല്ലെങ്കിൽ 70, 75 ഏജ് കാലഘട്ടങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും വയസ്സ് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് ആ ഖബറിലേക്ക് കടന്നു പോവേണ്ടതായി വരിക എന്ന് നമുക്കാർക്കും അറിയില്ല, റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ആ ഖബറിടത്തിലേക്ക് കടന്നു ചെന്നാൽ എന്തെല്ലാം നമ്മൾക്ക് അനുഭവിക്കാനുണ്ടാവുമെന്നത് സർവശക്തനായ പടച്ചറപ്പിന്റെ അറിവിൽ മാത്രം പെട്ടതാണ്. കട്ടിലിൽ ഏറ്റി നമ്മെ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ ആ ഖബറിടത്തിലേക്ക്, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിന്റെ അന്തർഗതം എന്തായിരിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് വിശദീകരിച്ചു തരികയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ വുദിഅത്തിൽ ജനാസത്തു ഫഹ്തമലഹാ അർരിജാലു അലാ അനാഖിഹിം. അതേ, ആ മയ്യത്ത് കഫൻ ചെയ്ത് അത് മയ്യത്തിൻ കട്ടിലിൽ വെച്ച് അങ്ങനെ അതിനെ വഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ അർരിജാലു അലാ അനാഖിഹിം, പുരുഷന്മാർ ആ മയ്യത്തിനെ അവിടെ തോളിലേറ്റി കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കുക സഹോദരന്മാരെ, ആ മയ്യത്തിന്റെ അന്തർഗതം എന്തായിരിക്കും? ആ മനുഷ്യന്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഫഇൻ കാനത്ത് സ്വാലിഹത്തൻ, ആ മനുഷ്യനാ, ആ മയ്യത്തിൻ കട്ടിലിൽ കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ നല്ലവനായിരുന്നുവെങ്കിൽ, നല്ല ആളായിരുന്നുവെങ്കിൽ അവന്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഖാലത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോവണേ, എന്നെ വേഗം കൊണ്ടുപോവണേ എന്ന് ആ നല്ല മനുഷ്യന്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്തുമാത്രം സുന്ദരമായൊരു ലോകമാണ് ആ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. മയ്യത്തിൻ കട്ടിലിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ്,
ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങളൊന്ന് വേഗം കൊണ്ടുപോവണേ എന്ന് നമ്മൾക്ക് ആർക്കും കേൾക്കാനോ കാണാനോ സാധിക്കാത്ത നല്ല ഒരു അനുഭവമാണ് ആ മനുഷ്യന്റെ മുമ്പിലുള്ളത്. ഇനി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇൻ കാനത്ത് ഗൈറ സാലിഹത്തിൻ, ആ മനുഷ്യനുണ്ടല്ലോ അവൻ ചീത്തയായ മനുഷ്യനാണ് എങ്കിൽ, അവൻ ദുർമാർഗിയായിരുന്നുവെങ്കിൽ, കാലത്ത് അവൻ പറയുന്നതെന്തായിരിക്കും, അവന്റെ ആത്മാവിന്റെ അന്തർഗതം എന്തായിരിക്കുമെന്ന് റസൂലുള്ള പറയുകയാണ്, യാ വൈലഹാ അയ്ന യദ്ഹബൂന ബിഹാ, അഹോ കഷ്ടമേ, നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്, നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നായിരിക്കും ആ ദുർമാർഗിയായ മനുഷ്യന്റെ ആത്മാവ് പരിതപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതില്ല. ആ മനുഷ്യന്റെ ആത്മാവ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, യസ്മഉ സൗതഹാ, ആ മനുഷ്യന്റെ ഈ സംസാരത്തിന്റെ ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, എല്ലാ ജന്തുജാലങ്ങളും എല്ലാ ജീവജാലങ്ങളും കേൾക്കുന്നതാണ്. എല്ലാ നാൽക്കാലികളും എല്ലാ ജീവികളും അത് കേട്ടുകൊണ്ടിരിക്കുമെന്നാണ്. ഇല്ലൽ ഇൻസാൻ, മനുഷ്യന്മാരൊഴികെ. വലൗ സമിഅഹാ അൽ ഇൻസാനു, മനുഷ്യനെങ്ങാനും ആ മനുഷ്യന്റെ അന്തർഗതം കേൾക്കുകയായിരുന്നുവെങ്കിൽ, ആ മയ്യത്തിന്റെ ഈ ശബ്ദം കേൾക്കുകയായിരുന്നുവെങ്കിൽ, പ്രവാചകൻ പറയുകയാണ് ലസഇഖ, അവൻ ബോധമറ്റ് വീണു പോകുമായിരുന്നു എന്ന്. അവിടെ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കുക, ഇതാണ് ഒരു നല്ല മനുഷ്യന്റെയും ചീത്ത മനുഷ്യന്റെയും അനുഭവം. അവനെ ഖബറിടത്തിലേക്ക്, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യൻ പറയുന്നത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുകയാണ്. സഹോദരന്മാരെ, അങ്ങനെ ഈ മനുഷ്യനെ ആ ഖബറിടത്തിലേക്ക് കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയിട്ട് അവനെ മറമാടുകയാണ്. ഞാനധികം വിശദീകരിക്കേണ്ടതില്ല. ആ മനുഷ്യന്റെ മയ്യത്ത് ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചു. അങ്ങനെ ഖബറിലെ അടിക്കബറിൽ വെച്ചിട്ട് അവന്റെ മേലെ അതാ മൂടുകല്ലുകൾ വെക്കുകയാണ്. അങ്ങനെ എല്ലാം ഭദ്രമായി മണ്ണിട്ടു. എല്ലാവരും 3 പിടി മണ്ണ് വാരിയിട്ട് ആ മനുഷ്യന്റെ തലഭാഗത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടെന്താ അനുഭവം? അവനെ ശരിക്കും മറമാടി. എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോരുകയല്ലല്ലോ ചെയ്യുന്നത്, അവിടെ വെച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുകയാണ്. ആ വചനത്തിലും നമ്മൾക്ക് ഖബറിൽ ശിക്ഷയുണ്ട് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക, ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ മഗ്ഫിറത്ത് തേടണം. വസലൂ ലഹു തസ്ബീത, ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, തസ്ബീത്തിന്റെ വചനങ്ങൾ ചൊല്ലുക. കാരണം എന്താണെന്നറിയുമോ? ഫഇന്നഹുൽ ആന യുസ്അലൂ, ആ മനുഷ്യനെ ഈ സന്ദർഭത്തിൽ ഇപ്പോഴിതാ അള്ളാഹുവിന്റെ മാലാഖമാർ കടന്നു വന്നുകൊണ്ട് ആ മനുഷ്യനെ ചോദ്യത്തിന് വിധേയമാക്കപ്പെടാൻ പോകുന്ന നിമിഷമാണ് ഇനി മുമ്പിലുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് നിങ്ങൾ തസ്ബീഹ് ചൊല്ലണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു ഒട്ടകത്തെ അറുത്തിട്ട് അതിന്റെ മാംസം ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ എത്ര സമയം വേണമോ, ഏതാണ്ട് 1 മണിക്കൂർ, അതല്ലെങ്കിൽ 3/4 മണിക്കൂർ സമയം നമ്മുടെ സഹോദരന്റെ ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ, തസ്ബീഹിന്റെ വചനങ്ങൾ നമ്മൾക്കറിയാമല്ലോ. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ. അതിന്റെ അർത്ഥത്തിലേക്ക് നാം വരുമ്പോൾ അവിടെയും നമ്മൾക്ക് ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. പടച്ച തമ്പുരാനെ, നിന്റെ മലായിക്കത്തിന്റെ ചോദ്യത്തിന് ഈ മനുഷ്യന് ഉത്തരം ചെയ്യാനുള്ള സാധ്യതകൾ നീ ഉണ്ടാക്കണേ റബ്ബേ. നിന്റെ മലക്കുകൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ അവന് സ്ഥിരത നൽകണേ തമ്പുരാനെ. ആ
അല്ലാഹുവേ ഈ മനുഷ്യന്റെ ഖബറിനെ നീ വിശാലമാക്കണേ റബ്ബേ. ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാനുള്ള കഴിവ് നീ അവന് കൊടുക്കണേ. എല്ലാ ഭീകരമായ അവസ്ഥയിൽ നിന്നും, എല്ലാ പേടിപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്നും അവന് നീ നിർഭയത്വം നൽകണേ തമ്പുരാനേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ സഹോദരന്റെ ഖബറിന്റെ അടുത്ത് നിന്ന് 3/4 മണിക്കൂർ സമയം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള അനുഭവം എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഇതാണല്ലോ എന്ന ചിന്ത അപ്പോൾ നമ്മൾക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഖബർ സന്ദർശിക്കണം. നിങ്ങൾക്ക് മൗത്തിനെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച് ഓർമ്മ വരാൻ അത് വളരെ നല്ലതാണ് എന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുക. എന്താണ് പിന്നീടുള്ള അനുഭവം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യന്റെ ആത്മാവിനെ, അവനെ അള്ളാഹുവിന്റെ ലോകത്ത് നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയ ആ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടതില്ല. നിങ്ങൾക്കറിയാം, നല്ല മനുഷ്യനായിരുന്നാലും ദുർമാർഗിയായിരുന്നാലും ഒക്കെ അള്ളാഹുവിന്റെ ഹളറത്തിൽ അവന്റെ ആത്മാവിനെ എത്തിക്കുകയും അവന്റെ രേഖകളെല്ലാം അള്ളാഹുവിന്റെ ഏടുകളിൽ അത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നും പിന്നീട് അവനെ ചോദ്യത്തിന് വിധേയമാക്കാൻ വേണ്ടി അവന്റെ ആത്മാവിനെ വീണ്ടും ഖബറിലേക്ക് തന്നെ മടക്കുമെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫതുആദു റൂഹു ഫീ ജസദിഹി, മരിച്ചുപോയ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് തന്നെ അവന്റെ റൂഹിനെ മടക്കപ്പെട്ട് കഴിഞ്ഞാൽ അദാവയതീഹി മലക്കാനി, 2 മലക്കുകൾ അവന്റെ ഖബറിലേക്ക് കടന്നു വരികയാണ്. ഫയഖൂലാനി ലഹു, എന്നിട്ട് ആ 2 മലക്കുകളും അവനോട് ചോദിക്കുന്നത് എന്താണ്? നമ്മൾക്കറിയാം. മൻ റബ്ബുക, അല്ലയോ നിന്റെ രക്ഷിതാവ് ആരടോ, നിന്റെ രക്ഷിതാവ് ആരാണടോ എന്ന് ചോദിക്കുമ്പോൾ ദുർമാർഗിയായ മനുഷ്യനാണ് അവനെങ്കിൽ ഫയഖൂലു, അവന് പറയാനുള്ളത് എന്താണ്? ഹാ എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ലാദിരി, എനിക്കറിയില്ല എന്റെ രക്ഷിതാവ് ആരാണ് എന്ന് എനിക്കറിയില്ല. മാ ദീനുക, നിന്റെ ദീനേതാണ്, നിന്റെ മതമേതാണ് എന്ന് ചോദിച്ചാലും അവൻ പറയുന്ന ഉത്തരം ദുർമാർഗിയാണ് എങ്കിൽ, അവിശ്വാസിയാണെങ്കിൽ അവന് പറയാനുള്ളത് ഹാ എന്ന ശബ്ദം മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇനി പ്രവാചകനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഹിദായത്ത് തരാൻ വേണ്ടി, ഹിദായത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ നാം പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അള്ളാഹു നിങ്ങളിലേക്ക് നിയോഗിച്ച ആ മനുഷ്യന്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോഴും ദുർമാർഗിയായ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ഹാ എന്ന വാക്ക് മാത്രമാണ് അവന് പറയാനുള്ളത്. അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, സഹോദരന്മാരെ, ഫയുനാദി മുനാദിൻ മിനസ്സമാ, അപ്പോഴേക്കും അതാ ആകാശ ലോകത്ത് നിന്ന് ഒരു വിളിയാളന്റെ വിളി ഉണ്ടാവുകയാണ്. എന്താണ് വിളിയാളൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ദുർമാർഗിയായ മനുഷ്യന് നരകാഗ്നിയിൽ നിന്നുള്ള ഒരു വിരിപ്പ് ഇവന്റെ ഖബറിൽ നിങ്ങൾ വിരിച്ചുകൊള്ളുക. അവന് വേണ്ടി നിങ്ങൾ നരകാഗ്നിയിൽ നിന്നുള്ള ഒരു വിരിപ്പെടുത്തിട്ട് അവന്റെ ഖബറിൽ വിരിച്ചു കൊടുക്കുക. അതേ, നരകത്തിൽ നിന്നുള്ള ഒരു വാതിൽ അവന്റെ നേർക്ക് നിങ്ങൾ തുറന്നു വെച്ചു കൊടുക്കുകയും ചെയ്യുക. ഇതാണ് ഒരു ദുർമാർഗിയായ മനുഷ്യന്റെ അവസ്ഥ. ചോദ്യത്തിന് വിധേയമാക്കി കഴിഞ്ഞു, അവൻ ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഫയതീഹി മിൻ ഹർരിഹാ, അങ്ങനെ നരകത്തിൽ നിന്നുള്ള ആ വാതിലുകൾ ഈ മനുഷ്യന്റെ ഖബറിലേക്ക് തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മിൻ ഹർരിഹാ, ആ നരകത്തിൽ നിന്നുള്ള ചൂടാണ് അവന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, നമ്മൾ ഇതിനെ നിഷേധിക്കാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് ഇതിനെ ചിന്തിച്ച് നിഷേധിച്ചു പോകരുത്. പ്രവാചകന്റെ വചനങ്ങളാണ്. പ്രവാചകൻ പറയുകയാണ്, അത് മാത്രമല്ല അവന്റെ ശരീരത്തെ ഈ ഖബർ അവന്റെ ശരീരത്തെ ഇടുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അവന്റെ ശരീരത്തെ ശരിക്കും ഖബർ ഇടുക്കിക്കൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഏതുവരെ എന്നറിയുമോ? ഹത്ത
ഹത്താ തഖ്തലിഫ ഫീഹി അദ്ലാഉഹു, അവന്റെ വാരിയല്ലുകൾ പരസ്പരം കോർത്തുപോകുന്ന രൂപത്തിലാണ് ആ ഖബർ അവനെ ഇടുക്കിക്കൊണ്ടിരിക്കുന്നത്. അതും മാത്രമല്ല, ശേഷം അവിടെ ശിക്ഷ അവസാനിക്കുന്നില്ല. വയതീഹി റജുലുൻ, അതാ ഒരു മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ ഇതുവരെ അവൻ കണ്ടിട്ടില്ലാത്ത സത്വരൂപമാണ് ആ മനുഷ്യനുള്ളത്. ഭീകര രൂപമുള്ള ഒരു മനുഷ്യനതാ കടന്നു വരികയാണ്. റജുലുൻ ഖബീഹുൽ വജ്ഹി, പ്രവാചകൻ പറയുന്നു ഖബീഹുൽ വജ്ഹി ഖബീഹു സിയാബി, അവന്റെ വസ്ത്രം വിരൂപമാണ്, അവന്റെ മുഖം വിരൂപമായ രൂപത്തിലാണ്. കണ്ടാൽ അറപ്പ് തോന്നുന്ന കോലമാണുള്ളത്, കണ്ടാൽ ഭീകര രൂപമാണ്. എന്നിട്ട് ആ മനുഷ്യൻ വന്നുകൊണ്ട് ഈ ദുർവിശ്വാസിയായ താന്തോന്നിയായ ഈ മനുഷ്യനോട് പറയുന്നത് എന്താണ്? അന അമലുക, ഞാൻ നിന്റെ അമലാണ്. നീ ദുനിയാവിൽ നിന്ന് ചെയ്ത പ്രവർത്തനങ്ങളില്ലേ, മോശമായ പ്രവർത്തനങ്ങളാകുന്ന ആളാകുന്നു ഞാൻ. അന അമലുക്കൽ ഖബീസ്, ഏറ്റവും ചീത്തയായി നീ എന്തെല്ലാം ചെയ്തുവോ ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രൂപാന്തരപ്പെട്ട് മനുഷ്യനായി ഇതാ നിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഫയഖൂലു, അപ്പോൾ ആ ദുർമാർഗിയായ മനുഷ്യൻ ഖബറിൽ കടന്നുകൊണ്ട് പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റബ്ബി ലാ തുഖ്മിസ്സാഅ, പടച്ചവനെ ഖിയാമം നീ വളരെ പെട്ടെന്ന് അടുപ്പിക്കല്ല റബ്ബേ. കാരണം എന്താണ്? ആ മനുഷ്യന് ഉറപ്പായി പോയി, എന്താണ് എന്റെ അവസ്ഥ? ഞാൻ നരകത്തിലേക്കുള്ളവനാണ്, ഇതിനേക്കാൾ ഭീകരമായ അദാബാണല്ലോ എന്റെ പിന്നിലെനി വരാൻ പോകുന്നത്. അതുകൊണ്ട് പടച്ചവനെ നീ പെട്ടെന്ന് ഖിയാമം കൊണ്ടുവരല്ല റബ്ബേ എന്നായിരിക്കും ആ മനുഷ്യൻ പറയുക. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണിത്. ഇത് ഇമാം അഹ്മദും അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുകയാണ്. ഇനിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് ഇതുമായി പഠിപ്പിച്ചു തരുകയാണ്. ചോദ്യത്തിന്റെ വേളയിൽ ഉത്തരം കിട്ടാത്തവനുള്ള അനുഭവങ്ങൾ വീണ്ടും പ്രവാചകന്റെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുക സഹോദരന്മാരെ. ചോദ്യത്തിന്റെ വേളയിൽ ഉത്തരം ലഭിക്കാത്ത ദുർമാർഗിയായ മനുഷ്യന് അതാ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അള്ളാഹുവിന്റെ മാലാഖമാർ, അള്ളാഹുവിന്റെ അംഡ് പോലീസ്, അള്ളാഹുവിന്റെ സെക്യൂരിറ്റി, പടച്ചതമ്പുരാന്റെ പട്ടാളക്കാർ, അള്ളാഹുവിന്റെ സബാനിയാക്കൾ ആ മനുഷ്യനെ ആഞ്ഞാഞ്ഞടിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുകയാണ്. വയുളറബു ബിമതാരിഖ മിൻ ഹദീദിൻ ളർബതൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉത്തരം കിട്ടാത്ത മനുഷ്യനെ ഇരുമ്പിനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വലിയ ദണ്ട് കൊണ്ട് ആ മലക്ക് അവനെ ആഞ്ഞടിക്കുന്നതാണ്. ഫയസീഹു സൈഹതൻ, ആ അടിയുടെ ഒരു അട്ടഹാസമുണ്ട്. അത് യസ്മഉഹാ മൻ യലീഹി, അതിന്റെ തൊട്ടടുത്തുള്ളവർക്ക് അത് കേൾക്കാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ പ്രവാചകൻ പിന്നൊരു വാക്ക് പറഞ്ഞു, നാം ചിന്തിക്കണം. ഗൈറ സഖലൈനി, ആർക്കൊഴികെ ജീവജാലങ്ങൾക്ക് മാത്രമേ ആ ശബ്ദം കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഗൈറ സഖലൈനി, ജിന്നും ഇൻസും ഒഴികെയുള്ള എല്ലാ ജന്തുജാലങ്ങൾക്കും അടുത്തുള്ള എല്ലാ ജീവികൾക്കും ഈ ഖബറിൽ വെച്ച് അള്ളാഹുവിന്റെ മലക്കുകൾ ഈ മനുഷ്യനെ അടിക്കുമ്പോഴുള്ള ശബ്ദമില്ലേ, അത് കേൾക്കാൻ സാധിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അങ്ങനെ ചോദ്യത്തിന് വിധേയമാക്കി ഇവൻ എന്താണുള്ളത് എന്നവന് ബോധ്യപ്പെട്ടു, അടികിട്ടി, എല്ലാം അനുഭവിച്ചു. അതിനുശേഷം അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന അഹദക്കും ഇദാ മാത, നിങ്ങളിൽ നിന്നൊരു മനുഷ്യൻ മരിക്കുകയും അങ്ങനെ ആ മനുഷ്യനെ മറമാടുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകന്റെ വാക്കുകളിൽ ഇപ്രകാരം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്, രാവിലെയും വൈകുന്നേരവും അവന്റെ മുമ്പിലേക്ക് നരകാഗ്നിയുടെ ചിത്രം കാണിച്ചു കൊടുക്കുന്നതാണ്. ഫയുഖാലു, എന്നിട്ട് അവനോട് പറയപ്പെടുന്നതാണ്, ഹാദാ മഖ്അദുക ഹത്താ യബ്അസകല്ലാഹു യൗമൽ ഖിയാമ, ഇതാകുന്നു നിനക്കുള്ള സീറ്റ്, നീ മുൻകൂട്ടി റിസർവ് ചെയ്തിട്ടുള്ള സീറ്റ് ഇതാണ്, നരകത്തിൽ നിന്നുള്ള ഇരിപ്പിടമാണ് നിനക്കുള്ളത്. ഏത് കാലം വരെ? ഖിയാമം വരെ.
പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചുവല്ലോ. സൂറത്ത് അൽ മുഅ്മിനൂനിലെ 100-ാമത്തെ വചനത്തിൽ നമ്മൾക്കറിയാം, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. വമിൻ വറാഇഹിം, അവർക്ക് പിന്നിൽ ഒരു ലോകമുണ്ട്, ബർസഖിയായ ലോകം. ഇലാ യൗമി യുബ്അസൂൻ, അതെ, അവരെ പുനർജനിപ്പിക്കുന്ന നാള് എന്നാണോ അതുവരെ ഖബറിൽ അവന്റെ അവസ്ഥ ഇതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിലൂടെയും പ്രവാചകന്റെ വചനങ്ങളിലൂടെയും നമ്മൾക്ക് ബോധ്യപ്പെടുകയാണ്. നോക്കൂ, ഇനി ഒരു സത്യവിശ്വാസിക്ക് ഖബറിലുള്ള അവസ്ഥ എന്തായിരിക്കും ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞതുപോലെ മലക്കുകൾ വരികയും അവനെ ചോദ്യത്തിന് വിധേയമാക്കുകയും ചെയ്യുമ്പോൾ എല്ലാ ചോദ്യത്തിനും അവന് കൃത്യമായി ഉത്തരം പറയും. എല്ലാറ്റിനും വളരെ എളുപ്പത്തിൽ അവൻ ഉത്തരം പറയാൻ സാധിക്കും. അതിനുശേഷം ആ ഖബറിൽ കടന്നു വരുന്ന നല്ല അനുഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് കാണാം. 70 മുഴം അവന്റെ ഖബറിനെ വിശാലമാക്കുന്നതാണ് എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹോദരന്മാരെ, വയുംലൗ അലൈഹി ഖളിറൻ ഇലാ യൗമി യുബ്അസൂൻ, എല്ലാവിധ അവന് കണ്ണിന് ആനന്ദകരമായ, അവന് ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയ എല്ലാവിധ നല്ല അനുഭവങ്ങളും അവന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ്, ഖബറിൽ നിറക്കപ്പെടുന്നതാകുന്നു എന്ന്. അങ്ങനെ അള്ളാഹുവിന്റെ മാലാഖമാർ ആ നിലക്കുള്ള നല്ല അനുഭവങ്ങൾ അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും അവന് എല്ലാവിധ നന്മക്കും വേണ്ടി എല്ലാവിധ നന്മയുമുണ്ട് എന്ന് അവനെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം അള്ളാഹു മലായിക്കത്തിനോട് പറയുന്നത്, ഖബറഹു, അവന്റെ ഖബറിനെ നിങ്ങൾ വിശാലമാക്കി കൊടുക്കുക, നവ്വിർ ഖബറഹു, അവന്റെ ഖബറിൽ നിങ്ങൾ പ്രകാശം പരത്തുക. അതോടുകൂടി അവന്റെ ഖബർ വിശാലമാവുകയും ആ ഖബറിൽ പ്രകാശം പരക്കുകയും ചെയ്യുന്നു എന്നതാണ്. സഹോദരന്മാരെ, മറ്റൊരു ഹദീസിൽ നമ്മൾക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കുകയാണ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞു, സത്യവിശ്വാസിയോട് അവസാനമായി അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്നത് ഇപ്രകാരമായിരിക്കും, നംക നൗമത്തിൽ അറൂസ്, നംക നൗമത്തിൽ അറൂസ്, നീ അതേ ആദ്യ രാത്രിയിൽ ഒരു പുതുമണവാട്ടി ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കൊള്ളുക. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ഒരു രാത്രി കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഏത് നമ്മുടെ കല്യാണത്തിന്റെ ആദ്യ രാത്രി. ഇനി അതാ എനിക്കും നിങ്ങൾക്കും മറ്റൊരു ആദ്യ രാത്രി കടന്നു വരാനുണ്ട്. അത് മണിയറയല്ല, അത് മണ്ണറയാണ്. പക്ഷേ ആ മണ്ണറയും നമ്മുടെ ആദ്യ രാത്രി പോലെ മണിയറയാക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് നൗമത്തിൽ അറൂസ്, അതേ പുതുമണവാളനും പുതുമണവാട്ടിയും ഉറങ്ങുന്നത് പോലെ ആ ഖബറിൽ പുനർജനിപ്പിക്കപ്പെടുന്ന ഖിയാമത്ത് നാൾ വരെ നമ്മൾക്ക് കഴിച്ചുകൂട്ടാൻ സാധിക്കണമെങ്കിൽ നല്ലവരായേ പറ്റൂ എന്നർത്ഥം. എങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവാചകന്റെ വചനങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലെ ശിക്ഷയെക്കുറിച്ച് വിശദീകരിച്ച 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞ ഹദീസുകളിൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കുകയാണ്. സഹാബികൾ പ്രവാചകന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ സഹാബികളുടെ അവസ്ഥ എന്തായിരുന്നു എന്നറിയുമോ സഹോദരന്മാരെ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി അസ്മാ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മൾ കാണാം, അവർ പറയുകയാണ്, തഖൂലു ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖതീബൻ ഫദക്കറ ഫിത്നത്തൽ ഖബ്രി അല്ലതി യഫ്തതിനു ഫീഹാ അൽ മർഉ ഫലമ്മാ ദക്കറ ദാലിക വജ്ജൽ മുസ്ലിമൂന വജ്ജതൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖതീബായി, പ്രവാചകൻ പ്രസംഗത്തിന് വേണ്ടി മിമ്പറിലേക്ക് കയറി നിന്ന് പ്രസംഗിക്കുകയാണ്. ഖതീബായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ഫദക്കറ ഫിത്നത്തൽ ഖബ്രി, ഖബറിന്റെ അദാബിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുകയുണ്ടായി, സ്മരിക്കുകയുണ്ടായി. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബികളുടെ അവസ്ഥ എന്താണെന്നറിയുമോ?
ഫലമ്മാ ദക്കറ ദാലിക ലജ്ജൽ മുസ്ലിമൂന ലജ്ജത്തൻ. അത് കേൾക്കുമ്പോൾ ആ മുസ്ലിമീങ്ങൾ അങ്ങേയറ്റത്തെ വിഷമം കൊണ്ട്, പ്രയാസം കൊണ്ട്, പേടി കൊണ്ട്, അവർ ഭീതി കൊണ്ടതാ പൊട്ടിപ്പൊട്ടിക്കരയുകയാണ്, നെടുവീർപ്പുകൾ ഇടുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഖബറിലെ ശിക്ഷയെക്കുറിച്ച് കേൾക്കുന്ന സന്ദർഭത്തിൽ സഹാബികൾക്കുണ്ടായ മാറ്റവും കൂടി നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ അനുഭവം ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും വരാനുള്ളതാണ് എന്ന ചിന്ത ഉണ്ടാവുകയും നന്നാവാനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്യണം സഹോദരന്മാരെ. അല്ലാതെ ഒരുപാട് കേട്ടിട്ടോ ഒരുപാട് പറഞ്ഞിട്ടോ ഒരു മാറ്റവുമില്ല, ഉണ്ടാവുകയില്ല എന്നത് നാം ഓർക്കേണ്ടതുണ്ട്. ഖറജൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖദ് വജബത്തി ശംസു ഫസമിഅ സൗതൻ ഫഖാല യഹൂദു തുഅദ്ദിബു ഫീ ഖുബൂരിഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുകയാണ് ഒരു ദിവസം. ആ ദിവസത്തിലെ ഏത് സമയമായിരുന്നു? ഹദീസിൽ ഇപ്രകാരം പറയുന്നു, വഖദ് വജബത്തി ശംസു, ആ സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടിട്ടുള്ളത്. ഫസമിഅ സൗതൻ, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഹൂദു തുഅദ്ദിബു ഫീ ഖുബൂരിഹാ, അതേ ജൂതന്മാർ അവരുടെ ഖബറുകളിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിൽ നിന്നും ഒന്നുകൂടി നമ്മൾക്ക് വ്യക്തമായി, ജൂതന്മാരും ക്രിസ്ത്യാനികളും അതുപോലെ കാഫിരീങ്ങളും ദുർമാർഗികളും തമ്മാടികളും താനോദികളുമെല്ലാം ഖബറിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ്. ഇനി ഇതാ പ്രവാചകന്റെ മറ്റൊരു വാക്കിന്റെ ആശയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ നജ്ജാർ ഗോത്രക്കാരിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്ഥലത്തുകൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യുന്നത്. ബനൂ നജ്ജാർ ഗോത്രത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ഒരു കോവർ കഴുതയുടെ പുറത്താണ് പ്രവാചകൻ യാത്ര ചെയ്യുന്നത്. ആ പ്രവാചകന്റെ പിന്നിൽ ഒന്ന് രണ്ട് സഹാബികൾ വേറെയും ഉണ്ട്. അങ്ങനെ ഈ ബനൂ നജ്ജാർ ഗോത്രക്കാരുടെ പ്രത്യേകമായ സ്ഥലത്തുകൂടി കടന്നു പോകുമ്പോൾ അതാ പ്രവാചകൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, പ്രവാചകൻ യാത്ര ചെയ്യുന്ന ആ മിണ്ടാപ്രാണിയാകുന്ന കഴുതയില്ലേ, ആ കഴുത മുന്നോട്ട് പോകുന്നില്ല. അത് മുന്നോട്ട് പോകുന്നില്ല. അത് എന്തൊക്കെയോ അപശബ്ദങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് വിറളി പിടിച്ച് പിന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയാണ്. അത് മുന്നോട്ട് പോകുന്നില്ല. പ്രവാചകന് കാര്യം മനസ്സിലായില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ് പിന്നിലുള്ള സഹാബത്തിനോട്, എന്താണ് സഹാബത്തെ, എവിടെയെങ്കിലും ഏതെങ്കിലും മനുഷ്യന്മാരുടെ ഖബറുണ്ടോ എന്നാണ് പ്രവാചകന്റെ ചോദ്യം. അപ്പോഴേക്കും പ്രവാചകന് കാര്യം മനസ്സിലായി. അള്ളാഹു വഹീയിലൂടെ അറിയിച്ചു കൊടുത്തു എന്തുകൊണ്ടാണ് ഈ കഴുത മുന്നോട്ട് പോവാത്തത് എന്ന്. അപ്പോൾ പിന്നിലുള്ള സഹാബത്ത് പറയുകയാണ്, അതേ പ്രവാചകരെ, ജാഹിലിയ കാലഘട്ടത്തിൽ മരിച്ചുപോയ ഒന്നോ രണ്ടോ ആൾക്കാരുടെ ഖബർ ഈ ഭാഗത്തുണ്ട്. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എങ്കിലും സഹാബത്തെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ ജാഹിലിയ കാലഘട്ടത്തിൽ മരിച്ചുപോയ മനുഷ്യന്മാർ അവർ ചെയ്ത ശിർക്കിന്റെ പേരിൽ ഇതാ അവർ ഖബറിൽ അദാബ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ശിർക്ക് ചെയ്താണ് ജാഹിലിയ കാലഘട്ടത്തിൽ അവർ മരിച്ചുപോയത്. അതുകൊണ്ട് അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ഖബറിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എനിക്കോ നിങ്ങൾക്കോ കേൾക്കാൻ സാധിച്ചില്ല എങ്കിൽ ഈ മിണ്ടാപ്രാണിയാകുന്ന കഴുതയില്ലേ, ആ കഴുതക്ക് ഇത് കേൾക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് കഴുത മുന്നോട്ട് പോവാതിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ചിലപ്പോൾ ശ്മശാനത്തിലൊക്കെ വല്ലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കാണാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പശുവിനെയൊക്കെ ബന്ധിച്ചാൽ വെറുതെ ഖബറിന്റെ അടുത്താണെങ്കിൽ ചിലപ്പോൾ പശു വിറളി പൂണ്ട് കയറ് പൊട്ടിച്ച് ഓടിയ സംഭവങ്ങൾ നമ്മുടെ കാരണവന്മാർ പറഞ്ഞതും നമ്മുടെ അനുഭവത്തിലുമൊക്കെ ഉണ്ടാവാം. അതിലൂടെ നാം മനസ്സിലാക്കുക, അത് ഖബറിൽ ആ ശിക്ഷ, ഖബറിലെ അദാബിന്റെ ഗൗരവം ഈ മിണ്ടാപ്രാണിക്ക് കേൾക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്, സംശയിക്കണ്ട. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മുടെയൊക്കെ ഒരു ധാരണയുണ്ട്. എന്താണ് ആ ധാരണ? നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട്, അതേ തൗഹീദുള്ളവരായതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും ശരി ഖബറിൽ ഒരു അദാബ് ഉണ്ടാവില്ല,
പരലോകത്ത് യാതൊരുവിധ ശിക്ഷയും അനുഭവിക്കേണ്ടതും ഇല്ല. വലിയ വൻകുറ്റങ്ങൾ എന്തെങ്കിലും ചെയ്താലേ പ്രശ്നമുള്ളൂവല്ലോ എന്ന ധാരണയാണ്. എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഏത് നിസ്സാരമായ തെറ്റ് നമ്മൾ ചെയ്താലും ശരി, ആ തെറ്റോടുകൂടി തൗബയില്ലാതെ ഞാനും നിങ്ങളും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയാൽ ഖബറിലും അതുപോലെ പരലോകത്തുമൊക്കെ അതിന് കണിശമായ ശിക്ഷയുണ്ടാകും. സഹോദരന്മാരെ, അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഹദീസാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. എത്ര ചെറിയ നിസാരമായ കുറ്റമായിരുന്നാലും ശരി, ഖബറിൽ ശിക്ഷയുണ്ട് കേട്ടോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കുകയാണ്, ഖാല ഖറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു, മിൻ ബഅദി ഹൈതാനിൽ മദീനത്തി, അതേ മദീനയുടെ പ്രാന്തപ്രദേശത്തുകൂടെ ഒരു മതിലിന്റെ അടുത്തുകൂടി, ഒരു ചുമരിന്റെ അടുത്തുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുകയാണ്. ഫസമിഅ സൗത ഇൻസാനൈനി, അപ്പോഴതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുകയാണ്, രണ്ട് മനുഷ്യന്മാരുടെ ശബ്ദമാണ് പ്രവാചകൻ കേൾക്കുന്നത്. യുഅദ്ദിബാനി ഫീ ഖുബൂരിഹിമാ, അവർ രണ്ടുപേരെയും അവരുടെ ഖബറിൽ വെച്ച് ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ശബ്ദമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുന്നത്. ഫഖാല യുഅദ്ദിബാൻ, പ്രവാചകൻ പറയുന്നു, അതേ ഈ രണ്ട് മനുഷ്യന്മാരെയും ഇപ്പോൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സഹാബത്തെ. വമാ യുഅദ്ദിബാനി ഫീ കബീറത്തിൻ, അവർ വലിയൊരു കുറ്റം ചെയ്തതിന്റെ പേരിലല്ല, അവർ വലിയ പാപം ചെയ്തതിന്റെ പേരിലല്ല കേട്ടോ അവർ ഈ ഖബറിൽ നിന്ന് ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ ശിക്ഷയ്ക്ക് വിധേയമായിട്ടുള്ളത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവർ ചെയ്ത തെറ്റെന്താണെന്നല്ലേ സഹോദരന്മാരെ? കാന അഹദുഹുമാ, അവരിൽ നിന്നൊരുത്തൻ, ആ രണ്ടാളിൽ നിന്നൊരു മനുഷ്യൻ ചെയ്ത തെറ്റ് എന്താണെന്നറിയുമോ? നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ലാ യസ്തതിറു മിനൽ ബൗലി, അതേ ആ മനുഷ്യൻ മൂത്രമൊഴിക്കാനിരുന്നാൽ അവൻ മറ സ്വീകരിച്ചില്ല. ലജ്ജയില്ലാത്ത മനുഷ്യനായിരുന്നു. ലജ്ജയില്ലാതെ മറ്റു മനുഷ്യന്മാരുടെ നേരെ ഇരുന്നു കൊണ്ട് മറ സ്വീകരിക്കാതെ മൂത്രമൊഴിച്ചു എന്നതാണ് അവൻ ചെയ്ത തെറ്റ്. അതിന്റെ പേരിലാണ് ആ മനുഷ്യൻ ഖബറിൽ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? അതും വലിയ തെറ്റല്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. വകാനൽ ആഖറു യംശി ബിന്നമീമതി, മറ്റേ മനുഷ്യന്റെ പണി എന്തായിരുന്നു? നാട് മുഴുവനും നടന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് ഏഷണി പറയലായിരുന്നു. ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞു പരത്തലായിരുന്നു ആ മനുഷ്യന്റെ പണി. അതിന്റെ പേരിലാണ്, അവൻ നമീമത്ത് പറഞ്ഞതിന്റെ പേരിലാണ് ഈ സന്ദർഭത്തിൽ അവന്റെ ഖബറിൽ നിന്ന് അവൻ അദാബ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു മനസ്സിലായി സഹോദരന്മാരെ? നമ്മൾക്ക് ഏറ്റവും നിസ്സാരമായ ഒരു കുറ്റം ചെയ്താൽ തൗബയോടുകൂടിയല്ല നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് എങ്കിൽ നമ്മൾക്ക് ഖബറിൽ അതിന്റെ പേരിൽ ശിക്ഷയുണ്ട്. അതുകൊണ്ട് നിസ്സാരമാക്കി തള്ളണ്ട. ഏത് പാപം ചെയ്താലും പ്രശ്നമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായാൽ മതി, അല്ലേ, മുവഹിദായാൽ മതി എന്ന ചെറിയ ചിന്ത ഈ അടുത്ത കാലഘട്ടത്തിൽ ചില സഹോദരന്മാരെ പിടികൂടിയത് കൊണ്ട് ഇടയ്ക്ക് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അത്തരം ചിന്തയിൽ നിന്ന് നാം തിരിച്ചു വരിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഏത് നിസ്സാരമായ കുറ്റത്തെയും കണ്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അദീം, നിങ്ങളതാ ചില കാര്യങ്ങളെയൊക്കെ നിസ്സാരമായി കാണുന്നുവെങ്കിൽ, പക്ഷേ നിങ്ങൾ ആ കാണുന്ന നിസ്സാരമായി കാണുന്ന കാര്യമില്ലേ, അത് വഹുവ ഇൻദല്ലാഹി അദീം, അല്ലാഹുവിന്റെ അടുക്കൽ അത് ഗുരുതരമായ പാതകമാണ് കേട്ടോ. അല്ലേ, നോക്ക് നിങ്ങൾ, മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ചില ആൾക്കാർ ആരോപണം പറഞ്ഞു നടന്നു. അതവർക്ക് നിസ്സാരമായിരുന്നു. നമീമത്ത് പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞു. അപ്പോഴാണല്ലോ അല്ലാഹുവിന്റെ വചനം ഇറങ്ങുന്നത്. നിങ്ങൾ ഇതൊക്കെ നിസ്സാരമായി കാണുന്നു, പക്ഷേ വഹുവ ഇൻദല്ലാഹി അദീം, അല്ലാഹുവിന്റെ അടുക്കൽ അത് ഗൗരവമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് നിസ്സാരമായ കുറ്റത്തിന്റെ പേരിലും ഖബറിലും നരകാഗ്നിയിലും നമ്മൾ എത്ര കാലം കിടക്കണോ അത്ര കാലം നാം കിടക്കേണ്ടി വരും, അത്ര കാലം നാം ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. സഹോദരന്മാരെ, അതുകൊണ്ട് നാളെ കിടന്നുറങ്ങാൻ പോകുന്ന ആ ഖബറിനെ കുറിച്ച് നമ്മൾക്ക് ഒരു ഓർമ്മ വേണം. എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെയെങ്കിലും, ഇത്തരത്തിലുള്ള ഉപദേശങ്ങളാവട്ടെ മറ്റേതെങ്കിലും കാര്യങ്ങളാവട്ടെ, നമ്മളൊക്കെ ഗാനങ്ങൾ ശ്രവിക്കാറുള്ളവരാണ്, കേൾക്കാറുള്ളവരാണ്.
പൊതുവെ നല്ല ഗായകന്മാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അവരൊക്കെ പാടിയ ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന പാട്ടുകൾ പോലും ഇന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്, അല്ലേ? എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു പാട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഖബറിനെ കുറിച്ച്, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ഓർമ്മ വരുന്ന ഒരു ഗാനമാണത്. നമുക്കൊക്കെ അറിയാം. പരന്നിധി ചുമ്മാ വിട്ട് ചൊങ്കില് നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ട് നാട്ടിലെ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. എന്റെ അനുഭവം എന്താണ് ആ ഖാദികൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്, ആ ഗായകൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്? പരന്നിധി ചുമ്മാ വിട്ട് ചുങ്കില് നടക്കുന്ന സന്ദർഭത്തിൽ നീ ഒന്ന് ആലോചിക്കണം, നാളെ നിനക്ക് പോയി കിടക്കാനുള്ള ആ ഖബർ എന്ന ഭീകരമായ വീട്ടിന്റെ ഉള്ളറകളിലുള്ള അവസ്ഥ എന്താണ് എന്ന് മനുഷ്യ നീ ചിന്തിച്ചിട്ടുണ്ടോ? ഈ നമ്മുടെ വീട്ടിന്റെ ഉള്ളറകളിൽ നിന്ന് നമ്മുടെ വീട്ടിലെ മെത്ത വിട്ടുപിരിഞ്ഞിട്ട് നമ്മൾക്കുള്ളത്, പിന്നീട് പാട്ടുകാരൻ പറയുന്നത് എന്താണ്? കാട്ടിൽ 6 അടി മണ്ണാണ് എന്നല്ലേ. ആ കാട്ടിലെ 6 അടി മണ്ണിൽ പോയി നമ്മൾ കിടക്കേണ്ടവരാണ്. നമ്മുടെ ഖബറ് മൂടുകല്ലുകൾ കൊണ്ട് എല്ലാ പഴുതും അടച്ചിട്ട് അതൊരു ഇരുട്ടറയായി മാറുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? നമ്മുടെ മയ്യത്ത് നമ്മുടെ വീട്ടിൽ നിന്നെടുക്കുമ്പോൾ അതാ നമ്മുടെ ഭാര്യ അലമുറയിടുകയാണ്, നമ്മുടെ പിഞ്ചോമന മക്കളതാ പൊട്ടി കരയുകയാണ്. ആർക്കും ഇഷ്ടമില്ല, ആ മയ്യത്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് ആ മനുഷ്യനോട്, ആ സഹോദരനോട്. പക്ഷേ ആ മയ്യത്ത് വീട്ടിൽ 2 മണിക്കൂർ കൂടി വെച്ചാൽ, 2 ദിവസം കൂടി വെച്ചാൽ എന്താണ് അനുഭവം? ഇനി നാം ചിന്തിക്കണം. സഹോദരിമാരെ, സഹോദരന്മാരെ ചിന്തിക്കണം. നമ്മളിപ്പോൾ ഊറ്റം കൊള്ളുന്ന നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? ഖബറിലെത്തിക്കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം ആ ഖബർ ഒന്ന് തുറന്നിട്ട് ആ ഖബറിലെ മൂടുകല്ലുകളൊന്ന് നീക്കിയാൽ എന്തായിരിക്കും സഹോദരി നിന്റെ സുന്ദരമായ ആ ശരീരത്തിന്റെ അവസ്ഥ? സഹോദര, നീ ഊറ്റം കൊള്ളുന്ന നിന്റെ ആരോഗ്യമുള്ള നിന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ പൗഡറിട്ട് അതുപോലെ ലിപ്സ്റ്റിക് പുരട്ടി എല്ലാം കൊണ്ടു നടക്കുന്ന നമ്മുടെ ചുണ്ടില്ലേ, നമ്മുടെ മുഖത്തെല്ലാം പുഴുക്കളരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നല്ല ശരീരം പുഴുക്കൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ ഒരു പിടിയെല്ലും പല്ലും നഖവും മുടിയുമായി നമ്മളതാ ദിവസങ്ങൾ കൊണ്ട് ഖബറിൽ നമ്മൾ ആ മണ്ണിൽ ലയിച്ചു പോവുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ ഖബറിന്റെ അദാബിൽ നിന്ന് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കലിമത്തുണ്ട്. ആ കലിമത്തിലേക്ക് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾക്ക് മടങ്ങാൻ സാധിക്കണം. സർവശക്തനായ പടച്ചറബ് പറഞ്ഞുവല്ലോ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ ഒരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറഹ്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ അല്ലാഹു പിടിച്ചു നിർത്തുന്നതാണ്. എവിടെ? ഇഹലോകത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ബിൽ ഖൗലി സാബിതി, ഖൗലു സാബിത്ത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതിന്റെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടങ്ങി മഹാന്മാരൊക്കെ ജീവിച്ചതുപോലെ, മഹാനായ സുദീഖ് ജീവിച്ചതുപോലെ, മഹാനായ ഖത്താബ് ജീവിച്ചതുപോലെ, മറ്റ് സഹാബികൾ ജീവിച്ചതുപോലെ മുൻകാലഘട്ടങ്ങളിൽ അവർ ചെയ്ത തെറ്റിന്റെ പേരിൽ അവർ അള്ളാഹുവിനോട് തൗബ ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടങ്ങിയപ്പോൾ അവരുടെ ജീവിതമതാ പൂർണ്ണമായും കുറ്റമറ്റതാവുകയാണ്, സംശുദ്ധമായി മാറിപ്പോയി. അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് ഇഹലോകത്തെ പ്രതിസന്ധികളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ ഈ കലിമത്ത് കൊണ്ട് സാധിക്കുമെന്നാണ്. എങ്കിൽ വഫിൽ ആഖിറ എന്ന് പറഞ്ഞത് എവിടെ വെച്ചാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് നസലത്ത് ഫീ അദാബിൽ ഖബരി, അദാബുൽ ഖബറുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് മഹാനായ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ ആഖിറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബർസഖിയായ ലോകത്താണ്. അതേ ഖബറിടത്തിൽ ചെന്നാൽ അവിടെയും നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ കുറ്റമറ്റ തൗഹീദിന്റെ അനുയായികളായി നാം മാറണമെന്നർത്ഥം. അതുകൊണ്ട് ആ കലിമത്തിലേക്ക് നാം പൂർണ്ണമായും മടങ്ങുക. നമ്മയെല്ലാം
എല്ലാവരെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ് എങ്കിൽ ആ മണ്ണിലേക്ക് തന്നെയാണ് എനിക്കും നിങ്ങൾക്കും മടങ്ങാനുള്ളത്. അതാണല്ലോ ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിച്ച വചനം സൂറത്ത് താഹായിലെ വചനങ്ങൾ അർത്ഥമാക്കുന്നത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മിൻഹാ ഖലഖനാകും, മനുഷ്യന്മാരെ നിങ്ങളെ നാം ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഒരു വേള ഒരു ദിവസം വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ നാം നിങ്ങളെ മടക്കുന്നതാണ് കേട്ടോ. അവിടെ നിങ്ങൾ ആ മണ്ണിൽ ചേർന്നു പോയാൽ അതേ ജീവിതം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. വമിൻഹാ നുഖ്രിജുകും, നിങ്ങളെ ആ മണ്ണിൽ നിന്ന് നാം വീണ്ടും പരലോകത്തേക്ക് നിങ്ങളെ നാം മടക്കിക്കൊണ്ടുവരുന്നതുമാണ്. അതുകൊണ്ട് നമ്മൾ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവർ ആ മണ്ണറയാകുന്ന ആ ഖബറിലേക്ക് തന്നെ പോവാനുള്ളവരാണ്. അതുകൊണ്ട് ഖബർ കാണുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരണം, അതിലെ ശിക്ഷയെക്കുറിച്ച് ഓർമ്മ വരണം, മരണത്തെക്കുറിച്ച് ഓർമ്മ വരണം. ഒരു ചരിത്രമാണ് അവസാനമായി എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ എനിക്ക് പെടുത്താനുള്ളത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഏതെങ്കിലും ഖബറിന്റെ അടുത്തുകൂടി നടന്നു പോവുകയാണ് എങ്കിൽ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഖബറിന്റെ അടുത്തുകൂടി നടന്നു പോവുകയാണ് എങ്കിൽ, അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അനുഭവം എന്തായിരുന്നു എന്നറിയുമോ നിങ്ങൾക്ക്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പൊട്ടി കരയുമായിരുന്നത്രേ. ചരിത്രത്തിൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കുകയാണ്. ഇത് കാണുന്ന മറ്റു മനുഷ്യന്മാർ, മറ്റു സഹാബികൾ ചോദിക്കുമായിരുന്നു, അല്ലയോ ഉസ്മാൻ, താങ്കൾ എന്തിനാണ് ഖബർ കാണുമ്പോൾ ഇങ്ങനെ വല്ലാതെ വിഷമിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നത് എന്ന് ചോദിക്കുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞൊരു മറുപടി നമ്മുടെ ഓർമ്മയിൽ വേണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വല്ലാത്ത പേടി ഖബറിനെ കുറിച്ചാണ്. കാരണം അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ഖബർ കാണുമ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഈ ഖബറിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോയി കിടക്കുമ്പോൾ ആ ഖബറിൽ എന്റെ കൂടെ കിടക്കാൻ ആരുണ്ടാവും? അല്ലേ, നമ്മുടെ ശരീരത്തെ വല്ലാതെ സ്നേഹിച്ച നമ്മുടെ ഭാര്യ നമ്മുടെ ആ ഖബറിൽ നമ്മുടെ കൂടെ വന്ന് കിടക്കുമോ? നമ്മുടെ പൊന്നോമന മക്കൾ ആ ഖബറിലേക്ക് വരാൻ തയ്യാറാകുമോ? നമ്മൾ അങ്ങേയറ്റം സ്നേഹിച്ച നമ്മുടെ സുഹൃത്ത് വരുമോ? ആരും വരികയില്ലല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയുകയാണ്, എന്റെ കൂടെ നാളെ ആ ഖബറിൽ കിടക്കാൻ ആരാണുണ്ടാവുക? ആരുമുണ്ടാവില്ലല്ലോ. നരകത്തിലാണെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ആളുണ്ടാവും, ഞാനും നരകത്തിലാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറ്റവാളികൾ അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് ആശ്വസിക്കാം. പക്ഷേ ഈ ഖബറിൽ എന്റെ കൂടെ ആരാണ് ഉണ്ടാവുക? നോക്ക് നിങ്ങൾ, ആ ഒരു ചിന്ത നമ്മെ ദൈവബോധമുള്ളവരാക്കും, നമ്മെ പരലോകബോധമുള്ളവരാക്കും, നമ്മെ മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ളവരാക്കും. നമ്മുടെ എല്ലാവിധ ജീർണതകളിൽ നിന്നും വിട്ടകന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അവന്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന, സത്യവിശ്വാസികളെല്ലാം ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും തൃപ്തികരമായ ഒരു ജീവിതം നയിക്കാൻ ഇതേ മാർഗമുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ പിന്നീട് നമ്മൾക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കുറ്റമറ്റ ജീവിതം നയിക്കാൻ പടച്ച റബ്ബ് നമ്മൾക്കേവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസിന്റെ സമയം നിങ്ങൾക്കറിയാം, 9 മണിയാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്. പക്ഷേ ഇപ്പോൾ നമസ്കാരം കഴിയുമ്പോഴേക്ക് തന്നെ 8:30, 8:45 ആവുന്നു. അതുകൊണ്ട് നമ്മൾ അടുത്ത ആഴ്ച മുതൽ 9:15 കറക്റ്റ് നമ്മുടെ ക്ലാസ് തുടങ്ങേണ്ടതുണ്ട്. അതിനാൽ എല്ലാവരും, ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ എല്ലാവരും, ഇനി നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ മറ്റുള്ളവരെ ക്ഷണിക്കുമ്പോൾ അവരോടുമൊക്കെ നമ്മുടെ സമയം പറയുക. എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഇനി നമസ്കാരം പിന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് സമയം ക്രമീകരിക്കാവുന്നതാണ്. പടച്ച റബ്ബ് നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവന്റെ മഹത്തായ ഫള് കൊണ്ട് നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പടച്ചവനെ, മരണനേരം നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ബർസഖിയായ ലോകത്തുള്ള എല്ലാവിധ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളേവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഭാര്യ മക്കളെയും നല്ല രൂപത്തിൽ ജീവിച്ച് നല്ല രൂപത്തിൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കുറ്റമറ്റ ജീവിതം നയിക്കാനുള്ള സന്മനസ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ.
അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആനിലെയും പ്രവാചകന്റെ വചനങ്ങളും സഹാബികളുടെ ചരിത്രവുമെല്ലാം കേൾക്കുമ്പോൾ അതിൽ നിന്ന് മാതൃക സ്വീകരിച്ച് ഉത്തമ സമുദായമായി ജീവിക്കുവാനുള്ള നല്ല മനസ്സ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവിധ നല്ല പ്രവർത്തനങ്ങളെയും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ തൃപ്തിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഖബറിന്റെ അദാബിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, മഹ്ശറയിലെ ഭീകരമായ അവസ്ഥകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ ഏവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم هون علينا سقرات الموت. اللهم ارحم موتنا وموتى المسلمين. اللهم نور أهل قبور المسلمين. اللهم نور أهل قبور المسلمين. اللهم نور أهل قبور المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم تقبل الدعاء. اللهم تقبل الدعاء. اللهم تقبل الدعاء. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله فإن خير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته
ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب عليه توكلت وإليه أنيب عليه توكلت وإليه أنيب بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله بسم الله الرحمن الرحيم منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى അഭിവന്ദരും ആദരണീയരുമായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ